അപ്പോൾ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ പീസിനാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇന്ന് രാവിലെയാണ് വന്നതെങ്കിലും ജോലിക്ക് പോയി. ഞാനിപ്പോൾ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഈ ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ്സിനെ പറ്റി 2 വാക്ക് പറയാനാണ്. എന്നോടൊരു പാർട്ടി വന്ന് ചോദിച്ചു, നിങ്ങൾ ഈ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പ്രയോജനം? ഇതിന് പ്രയോജനം എന്ന് പറഞ്ഞാൽ സ്കൈ ഇസ് ദ ലിമിറ്റ്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇതിൻ്റെ അകത്തൊരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഒരു ബിസിനസ്സും നടക്കത്തില്ല. അപ്പം നമ്മൾ ഇതൊരു പീപ്പിൾ ബിസിനസ്സാണ്. നമ്മൾ സാധനം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനുള്ള കമ്മീഷനും കോമ്പൻസേഷനും ഒക്കെ കിട്ടും. ആൻഡ് ദെൻ ആസ് യുവർ ബിസിനസ് വോളിയം ബിൽഡ് യു ഗെറ്റ് good commission. Okay, and that's the benefit. And also it's all about health and wellness, healthy products. So you want to know more about it, please give me a call at 8133257808. ഈ ചാനൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ടാൽ വലിയ തമാശയുള്ളൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഗ്രോസറി കട ഒരുത്തം തുടങ്ങി, അവൻ സാധനമൊക്കെ നിരത്തി വെച്ചു, അത് വിറ്റുപോയാലേ അവന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരിക്കൽ പോയി കഴിയുമ്പോൾ പറയാം, അത് വിറ്റ് കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് വയ്യ, ഇത് സ്ഥിരം വിറ്റുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഗ്രോസറി കട ഉണ്ടാവില്ല, കടയിൽ നിന്ന് സാധനം മേടിക്കാൻ ആളും ഉണ്ടാവില്ല. കടയിൽ നിന്ന് സ്ഥിരം മേടിക്കുക, വിൽക്കുക, അതിനിടയിൽ ലാഭം ഉണ്ടാക്കുക. ഇതിന് ഈ ബിസിനസ്സിന് പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, മേടിക്കുന്നവനും വിൽക്കാൻ പറ്റും. അങ്ങനെയാണ് അവന്മാരും ബിസിനസ്സുകാരാക്കുന്നത്. അതായത് ഒരു ഹോൾസെയിൽ ബിസിനസ് പോലെ ഈ സംഭവം. ഇത് മറ്റേ എന്താ പറഞ്ഞ, അല്ലാതെ ഒരു കൊച്ചു കടയായിട്ടുണ്ട് ഒരുത്തനിരിക്കണതല്ല. ഹോൾസെയിലായിട്ട് ഒരുത്തൻ മേടിക്കുന്നു, അവൻ വേറെ പലർക്കും വിൽക്കുന്നു. അപ്പോ വിൽക്കുന്നവനും ലാഭം, വാങ്ങുന്നവനും ലാഭം. അങ്ങനെയാണ് ബിസിനസ്. അല്ലാതെ ഒരു സാധനം ഞാൻ മേടിച്ചു, ഞാൻ വിറ്റു, ഇതിൽ നിന്ന് പൈസയൊന്നും ഉണ്ടായില്ല, ഇതോടെ എന്റെ പരിപാടി നിർത്തി, നീ ബിസിനസ്സും നടത്തൂല, ഒന്നും ചെയ്യില്ല. പിന്നെ നിങ്ങളൊരു കാര്യം, നമ്മളൊരു വിത്ത് നമ്മൾ ഇട്ടാലേ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോയത് പൊക്കി നോക്കിയിട്ടത് വേര് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ടു വെയിറ്റ്, അല്ലേ? അപ്പം എല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ വിളിക്കണം. ഇതിനകത്ത് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. മറ്റേ പുള്ളി വാഴ ഒഴിച്ചു വെച്ച മാതിരി എന്നും പോയി പൊക്കി നോക്കി അവസാനം അതാണ്. Give time, learn and earn. God bless. See you soon inside.